നമസ്കാരം. റാഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം. പോർച്ചുഗലിൻ്റെ കോച്ചായിട്ട് ഓർഗെ ഹീസസിനെ അപ്പോയിൻ്റ് ചെയ്തല്ലോ കഴിഞ്ഞ ദിവസം. ആ ഒരു അപ്പോയിൻമെൻറ്റ് നടന്നതിന് പിന്നാലെ നടത്തിയ പ്രസ്താവനയിൽ ആള് നെയ്മർ ജൂനിയർക്കെതിരെ ഒരു കാര്യവുമില്ലാത്തൊരു പ്രസ്താവന. പോർച്ചുഗീസ് ടീമിൻ്റെ പ്രസൻറ്റേഷൻ സമയത്താണ്, കോച്ചായിട്ട് വന്ന പ്രസൻറ്റേഷൻ സമയത്താണ് നെയ്മറെക്കുറിച്ച് അയാൾക്ക് അവിടെ പറയേണ്ട കാര്യമേ ഇല്ല. എന്നിട്ട് അയാൾ അവിടെ പറഞ്ഞു, ഞാൻ നെയ്മറുടെ മുഖത്ത് നോക്കി ഒരു ദിവസം പറഞ്ഞാണ്, നീ ഫിനിഷ് ആയിട്ടുണ്ട്, യു ആർ ഫിനിഷ്ഡ് എന്ന് ഞാൻ നെയ്മറോട് പറഞ്ഞതാണ്. അപ്പം അൽ ഹിലാലിൽ അവരൊരുമിച്ചുണ്ടായിരുന്നല്ലോ. അപ്പം എന്താണ് ഇതിന് പുറകിൽ? ഇയാൾക്ക് 100% നെയ്മറോട് പകയാണ് എന്നാണ് ഇപ്പോൾ ബ്രസീലിയൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. കാരണം മറ്റൊന്നുമല്ല, ഇയാൾ ബ്രസീൽ ടീമിൻ്റെ കോച്ചാവാൻ വേണ്ടി പരമാവധി ശ്രമിച്ചതാണ്. പക്ഷേ അത് അന്ന് തടയിട്ടത് നെയ്മറാണ്. അതാണ് ഇയാൾക്ക് ഇങ്ങനെ വലിയ രൂപത്തിൽ പകയുണ്ടാകാൻ കാരണം. അതിനുശേഷമാണ് പബ്ലിക്കലി നെയ്മർക്കെതിരെ പ്രസ്താവനകൾ ഇയാൾ ഇറക്കി തുടങ്ങിയത് എന്നാണ് വിവരം. നമുക്ക് ബ്രസീലിയൻ മാധ്യമങ്ങളുടെ റിപ്പോർട്ടിലേക്കൊന്ന് പോകാം. ഇപ്പം ദേശീയ ടീമിൻ്റെ കോച്ചായിട്ട് ബ്രസീൽ കാർലോ അഞ്ചലോട്ടി എത്തിക്കുന്നതിന് മുമ്പ് ഓർഗെ ഹീസസ് വലിയ എഫേർട്ട് എടുത്തിട്ടുണ്ടായിരുന്നു CBFനോടൊപ്പം വർക്ക് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്, കോച്ചാകുന്നതിന് വേണ്ടിയിട്ട്. അദ്ദേഹം എൻറ്റിറ്റിയുടെ ലീഡേഴ്സ്, അതായത് CBFൻ്റെ തലപ്പത്തിരിക്കുന്നവർക്ക് സ്വയം ഓഫർ ചെയ്തിരുന്നു, ലോബിയും നടത്തിയിരുന്നു ഫ്രണ്ട്സിനൊക്കെ വെച്ചുകൊണ്ട്. ഈവൻ വളരെ പ്രസിദ്ധമായിട്ടുള്ള ചില ക്ലബ് ഒഫീഷ്യൽസിനെ വെച്ച് പോലും അയാൾ ലോബിയും നടത്തിയിരുന്നു. പക്ഷെ ഒന്നും വർക്ക് ചെയ്തില്ല. നമുക്കറിയാം, നേരത്തെ ബ്രസീലിൽ ക്ലബിനെ പരിശീലിപ്പിച്ചിട്ടുള്ള ആളാണ്. അപ്പോൾ അതുവഴി ഒരു ശ്രമം നടത്തിയിട്ടുണ്ടായിരുന്നു. ആൻഡ് ഈ ഒരു ഇൻഫോർമേഷൻ നെയ്മർ ജൂനിയറുടെ അടുത്തേക്ക് എത്തുന്നു. നെയ്മർ അത് തടയിട്ടു. അപ്പോൾ നെയ്മറാണ് തൻ്റെ പേര് വീറ്റോ ചെയ്തത്. ദേശീയ ടീമിലേക്ക്, ബ്രസീൽ ടീമിൻ്റെ കോച്ചാവാനുള്ള തൻ്റെ പരിശ്രമം തടഞ്ഞ നെയ്മറാണ് എന്ന് ഓർഗെ ഹീസസും അറിഞ്ഞു. ആ മൊമെൻ്റ് മുതലാണ് നെയ്മർ ജൂനിയർക്കെതിരെ മോശം കാര്യങ്ങൾ പബ്ലിക്കലി ഓർഗെ ഹീസസ് പറയാൻ തുടങ്ങിയത്. അപ്പം രണ്ടുപേരും ഒരുമിച്ച് അൽ ഹിലാലിൽ വർക്ക് ചെയ്തിരുന്നതാണ് സൗദി അറേബ്യയിൽ. അവിടെ നെയ്മർ അൽ ഹിലാൽ വിടുന്നത് വരെ നല്ല ഒരു ബന്ധമാണ് ഈ രണ്ടുപേർക്കും ഇടയിൽ ഉണ്ടായിരുന്നത്. അതിനുശേഷം പോർച്ചുഗീസ് കോച്ചിൻ്റെ ആറ്റിറ്റ്യൂഡിൽ എക്സ്ട്രീംലി ഇറിറ്റേറ്റഡ് ആയിട്ടാണ് നെയ്മർ ജൂനിയർ അവിടെ വിട്ടത്. നെയ്മറെ കളിപ്പിക്കാൻ അയാൾ തയ്യാറായിരുന്നില്ല. പരിക്ക് മാറി വന്നിട്ടും കളിപ്പിക്കാൻ തയ്യാറായിരുന്നില്ല. അപ്പോൾ ഈ പ്രോബ്ലം സംഭവിക്കുന്നത് 2024 അവസാനം മുതൽ 2025 വരെയുള്ള കാലഘട്ടത്തിലാണ്. അതായത് 2025 തുടക്കം വരെയാണ്. ബ്രസീലിയൻ സ്റ്റാറിനോട് ഓർഗെ ഹീസസ് പറഞ്ഞു, അടുത്ത സീസണിലേക്ക് മാത്രമേ നിന്നെ പരിഗണിക്കാൻ പറ്റുകയുള്ളൂ എന്നൊക്കെ പറയുകയും പിന്നീട് താരത്തെ അവിടെ നിന്ന് ഒഴിവാക്കുന്നൊരു സ്ഥിതിവിശേഷത്തിലേക്ക് എത്തിക്കുകയും ചെയ്തു. അതിൻ്റെ ഒരു ഫൈനൽ എഫക്റ്റാണ് CBF ഈ ഓർഗെ ഹീസസിന് എത്തിക്കുമോ എന്ന് കണ്ടപ്പോൾ നെയ്മർ അത് വീറ്റോ ചെയ്തത്. അതാണ് ഇപ്പോൾ വലിയ രൂപത്തിൽ ഒരു പ്രതികാര മനോഭാവത്തോടു കൂടി 100% പകവെച്ച് ഓർഗെ ഹീസസ് പ്രതികരിക്കുന്നതും പ്രവർത്തിക്കുന്നതുമെന്നാണ് ബ്രസീലിയൻ മാധ്യമങ്ങൾ പറയുന്നത്. എന്തായാലും ഒരു കാര്യം വളരെ വ്യക്തമാണ്, പോർച്ചുഗൽ ടീമിൻ്റെ പ്രസൻറ്റേഷൻ സമയത്ത് അയാൾ ബ്രസീൽ ടീമിൻ്റെ താരമായ നെയ്മറെക്കുറിച്ച് ഇവിടെ പറയേണ്ട യാതൊരുവിധ കാര്യവും ഉണ്ടായിരുന്നില്ല. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോക്സിൽ എത്താം.